വർഗീയ ശക്തികളുടെ നീക്കത്തിന്റെ ഭാഗമായി PV അൻവർ മാറിയതായി മുഖ്യമന്ത്രി. അൻവറിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും എന്നാൽ ആ നിലപാട് വെച്ചല്ല സർക്കാർ അൻവറിന്റെ പരാതിയെ സമീപിച്ചതും. എന്നാൽ P ശശിക്കെതിരായ അധിക്ഷേപങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PV അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നതായി പറഞ്ഞ മുഖ്യമന്ത്രി, എന്നാൽ ആ ധാരണ ഞങ്ങൾ MLA എന്ന നിലയ്ക്കുള്ള അൻവറിന്റെ പരാതിയിൽ കാണിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം അൻവർ മെല്ലെ മെല്ലെ മാറി വരുന്നതാണ് കാണാൻ സാധിച്ചത്. ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. നേരെ എവിടെയെത്തി? CPM പാർലമെന്ററി പാർട്ടിയിൽ നിന്നും LDFിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി. വർഗീയ വിരുദ്ധ നിലപാടാണ് എന്നും ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ വിരോധമുള്ളത് വർഗീയ ശക്തികൾക്കാണ്. ഒരുതരം വർഗീയതയുടെ ഭാഗമായി ഞങ്ങളെ ചിത്രീകരിക്കുക എന്ന വർഗീയ ശക്തികളുടെ നീക്കത്തിന്റെ ഭാഗമായി അൻവറും ചേർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും. ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത്. P ശശിക്കെതിരായ അൻവറിന്റെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നൊരു നല്ല മാർഗ്ഗമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു നല്ല മാർഗ്ഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. PV അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്ക് KT ജലീലിന്റെ മറുപടി. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല, എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ. മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കാണുന്നത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. KT ജലീൽ മറ്റുള്ളവരുടെ കാലിലാണ് നിൽക്കുന്നതെന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാവാം പിന്മാറിയതെന്നുമായിരുന്നു PV അൻവറിൻ്റെ പരാമർശം. ആരാൻ്റെ കാലിൽ നിൽക്കേണ്ട ഒരു ഗതികേടും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വന്നപ്പോൾ ഭയന്നിട്ടില്ല. മുസ്ലിം ലീഗിലായിരുന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല. ഒരു പ്രമാണിയുടെയും ഊരന്മേൽ ഇന്നോളം ജലീൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല. ഒരു വാൾ പോസ്റ്റർ പോലും ആരോടും സംഭാവന ചോദിച്ചിട്ടില്ല. V അബ്ദുറഹ്മാനും അൻവറും ലോകസഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ നിരവധി പൊതുയോഗങ്ങളിൽ തൊണ്ടകീറി പ്രസംഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കാണുന്നത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.